അരുൺകുമാർ, അല്പം മുമ്പാണ് കേരളത്തിൻ്റെ ചുമതലയുള്ള AICC പ്രതിനിധി ദീപാദാസ് മുൻഷി മാധ്യമങ്ങളോട് പ്രതികരിച്ചത്. പറഞ്ഞ കാര്യങ്ങൾ ഇതാണ്: ഒരാളും KPCCക്ക് പരാതി നൽകിയിട്ടില്ല. ധാർമ്മികതയുടെ പേരിലാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ രാജിവെച്ചത്. പാർട്ടി അന്വേഷിക്കാൻ പോകുന്നില്ല. വളരെ കൃത്യമാണ്. AICC അടക്കം സംരക്ഷിക്കുകയാണ് രാഹുൽ മാങ്കൂട്ടത്തിലിനെ. ഇവിടെ ഒരു യുവനടി തന്നെ പറഞ്ഞത് താൻ പിതാവിനെ പോലെ സ്നേഹിക്കുന്ന കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ് VD സതീശനെ നേരിട്ട് കണ്ട് ഈ പരാതി വർഷങ്ങൾക്ക് മുമ്പ് കൊടുത്തു എന്നതാണ്. ആ കുട്ടി ഒരു കോൺഗ്രസ് സഹയാത്രികയാണെന്നും അതുപോലെ ജോഡോ യാത്രയിലടക്കം ബഹുമാനപ്പെട്ട രാഹുൽ ഗാന്ധിക്കൊപ്പം മാർച്ച് ചെയ്ത ഒരു പെൺകുട്ടിയാണെന്നും അതുപോലെ തന്നെ സ്വന്തം പിറന്നാളിന് പോലും VD സതീശൻ അതിഥിയായിട്ടെത്തി കേക്ക് മുറിച്ച് പരസ്പരം കേക്ക് കൈമാറുന്ന ദൃശ്യങ്ങളടക്കം നമ്മൾ കാണുകയുണ്ടായി. അപ്പൊ അത്തരം സാഹചര്യത്തിൽ കോൺഗ്രസിന്റെ ഒരു സഹയാത്രിക എന്ന രൂപത്തിൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിന് പരാതി കൊടുത്തതായി ആ പെൺകുട്ടി തന്നെ വ്യക്തമാക്കി. ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറഞ്ഞത്, എനിക്ക് പരാതി കിട്ടിയെന്നും അത്തരത്തിലൊരു പരാതി വന്നാൽ ഒരു പിതാവ് കൈകാര്യം ചെയ്യുന്നത് പോലെ ഞാൻ കൈകാര്യം ചെയ്തു എന്നതാണ് പറഞ്ഞത്. അപ്പോ ആ ഒരു സാഹചര്യത്തിൽ പരാതി കൊടുത്തു എന്നുള്ളതും പരാതി കിട്ടി എന്നുള്ളതും വ്യക്തമാണ്. ശ്രീ VD സതീശൻ എന്ന വ്യക്തിക്ക് കിട്ടിയ പരാതി അത് KPCCക്ക് കിട്ടിയതല്ലെന്നും കോൺഗ്രസിന്റെ നേതൃത്വത്തിന് കിട്ടിയതല്ലെന്നും ചിത്രീകരിക്കുന്ന ഒരു വികലമായിട്ടുള്ള ഒരു അഭിപ്രായം നിലപാട് അവർ സ്വീകരിച്ചാൽ നമുക്ക് പിന്നെ അതിൽ മറുപടി ഒന്നും പറയാൻ കഴിയുന്നില്ല. അതുപോലെ തന്നെ നിരവധി സ്ത്രീകൾ AICCക്ക് അടക്കം പരാതി കൊടുത്തത് ഒരു MP-യുടെ മകളടക്കമുണ്ട് എന്നും തങ്ങൾക്കുണ്ടായിട്ടുള്ള അനുഭവങ്ങൾ കൃത്യമായി പരാതിയുടെ ഭാഗമായി എന്നെല്ലാം പല വിക്ടിം തന്നെ പറഞ്ഞിട്ടുണ്ട്. ആ ഒരു സാഹചര്യത്തിൽ ഇപ്പോ ജനങ്ങൾ വലിയ തരത്തിൽ വെറുക്കുന്ന ഒരു നേതാക്കന്മാരായിട്ട് ഇത്തരം UDFന്റെ നേതാക്കന്മാർ, പ്രത്യേകിച്ച് യൂത്ത് കോൺഗ്രസിന്റെ നേതാക്കന്മാർ മാറുന്ന ഒരു സാഹചര്യം വരികയാണ്. ഓരോ ദിവസം പുതിയ പുതിയ വെളിപ്പെടുത്തലുകൾ, അതിൽ ട്രാൻസ്ജെൻഡേഴ്സ് വരെ പരാതിയുമായിട്ട് രംഗത്ത് വരുന്നു. ഓരോരുത്തർക്ക് ഉണ്ടായിട്ടുള്ള അനുഭവം, പ്രത്യേകിച്ച് പ്രഗ്നന്റ് ആയിട്ടുള്ള സ്ത്രീകളടക്കം കരഞ്ഞുകൊണ്ട് നടത്തുന്ന ഫോൺ സംഭാഷണം അടക്കം പുറത്തു വരുമ്പോൾ ഉണ്ടാകുന്ന ഒരു പൊതു സാഹചര്യമുണ്ട്. അപ്പൊ ഇതൊക്കെ ഉണ്ടെങ്കിലും ഇതൊന്നും വലിയ പ്രശ്നമല്ലെന്ന രൂപത്തിൽ ചാനൽ ചർച്ചയിൽ വരുന്ന കോൺഗ്രസിന്റെ പ്രതിനിധികളും കോൺഗ്രസിന്റെ നേതാക്കന്മാരും എല്ലാം പ്രതികരിക്കുന്നതും അതുപോലെ വിക്ടിമിനെ പരസ്യമായിട്ട് ആക്ഷേപിക്കുന്ന MP-മാരെ അടക്കം നമ്മൾ കാണുകയാണ്. ഈ ഒരു അവസരത്തിൽ കോൺഗ്രസ് തന്നെ എത്രയധികം അങ്ങ് അധംപതിച്ചിരിക്കുന്നു എന്നുള്ള ഒരു സാഹചര്യം നാം കാണുന്നു. പണ്ട് തന്തൂരി അടുപ്പിൽ യൂത്ത് കോൺഗ്രസിന്റെ അഖിലേന്ത്യാ വൈസ് പ്രസിഡന്റിനെ ചുട്ടുകൊന്ന അഖിലേന്ത്യാ പ്രസിഡന്റ് ഉള്ള പ്രസ്ഥാനമാണ്. അവരെ സംബന്ധിച്ചിടത്തോളം ഇതൊന്നും വലിയ ഗ്രാവിറ്റിയുള്ള ഒഫൻസ് ആയിട്ട് അവർ കാണുന്നുണ്ടാവില്ല എന്ന രൂപത്തിലാണ് അവരുടെ പ്രസ്താവനകൾ വരുന്നത്. ഏതായാലും ഇതെല്ലാം ജനങ്ങൾ കൃത്യമായിട്ട് തന്നെ നോക്കി കാണുന്നുണ്ട്. പല ഘട്ടത്തിലും ആക്ഷേപഹാസ്യത്തിലൂടെ അതിർവരമ്പുകൾ ലംഘിച്ചുകൊണ്ട് കേരളത്തിന്റെ സമുന്നതരായിട്ടുള്ള നേതാക്കന്മാരെ, പ്രത്യേകിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ, CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി, അങ്ങനെ നിരവധി നേതാക്കന്മാർ, രക്തസാക്ഷി സഖാക്കൾ, VS അച്യുതാനന്ദൻ, അതുപോലെ തന്നെ അത്തരത്തിലുള്ള ആളുകളെയെല്ലാം വളരെ മോശമായിട്ട് ആക്ഷേപിക്കുമ്പോഴും അതിർവരമ്പ് ലംഘിച്ചുകൊണ്ട് ഒരു യുവജന നേതാവിൽ നിന്ന് പ്രതീക്ഷിക്കാൻ കഴിയാത്ത തരത്തിലുള്ള ഇടപെടൽ ഉണ്ടാകുമ്പോഴെല്ലാം നമ്മൾ പറഞ്ഞൊരു വാചകമുണ്ട്, ഞങ്ങളടക്കം ചാനൽ ചർച്ചയിൽ പറഞ്ഞ വാചകം, താൽക്കാലികമായിട്ടുള്ള വിജയങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാകും, ജനങ്ങളെ ഒന്ന് ചിരിപ്പിച്ചുകൊണ്ട് താൽക്കാലികമായിട്ടുള്ള വിജയങ്ങൾ നിങ്ങൾക്ക് കൈപ്പിടിയിൽ ഒതുങ്ങാമെങ്കിലും ഇത് രാഷ്ട്രീയ ധാർമ്മികതയല്ല. ഈ തെറ്റായിട്ടുള്ള അപവാദ പ്രചരണവും അതുപോലെ നുണ പ്രചരിപ്പിച്ചും വെല്ലുവിളിച്ചും അതുപോലെ എല്ലാം മര്യാദ ലംഘിച്ചുകൊണ്ടുള്ള പ്രവർത്തനം ജനങ്ങൾ കാണുന്നുണ്ട്. അതുകൊണ്ട് അന്തിമ വിജയം നിങ്ങൾക്ക് ഉണ്ടാകില്ലെന്ന് ഈ കുറ്റാരോപിതനെതിരെ നേരിട്ട് തന്നെ പല ഘട്ടത്തിലും നേരിട്ട് സൂചിപ്പിച്ച ഒരു വ്യക്തി കൂടിയാണ് ഞാൻ. അപ്പോ ഏതായാലും ഇത്തരത്തിൽ എല്ലാ മര്യാദയും ലംഘിച്ചുകൊണ്ടുള്ള പ്രവർത്തനത്തിന് ചുട്ട മറുപടി കിട്ടുന്ന ഒരു സാഹചര്യമാണ് ഇവിടെ ഉള്ളത്. ഏതായാലും നിയമ സംവിധാനത്തിന് മുന്നിൽ ഇത്തരം പരാതി കുട്ടികൾ, ഈ സ്ത്രീകൾ എത്തിക്കണം. കാരണം അവർ ചാനലിലും സോഷ്യൽ മീഡിയയിലും പറഞ്ഞുകൊണ്ട് അവർക്ക് പൂർണ്ണമായിട്ടുള്ള നീതി കിട്ടില്ല. ആ നീതി കിട്ടാൻ അവർ നിയമപരമായിട്ടുള്ള മാർഗത്തെ സ്വീകരിക്കണമെന്നതാണ് അഭ്യർത്ഥിക്കാനുള്ളത്. എത്ര മൂടി വെച്ചാലും, കോൺഗ്രസ് എത്ര വെള്ള പൂശാൻ ശ്രമിച്ചാലും പൊതുസമൂഹത്തിന് ഇതിൽ യൂത്ത് കോൺഗ്രസ് നേതാവിന്റെ ഇൻവോൾവ്മെന്റുമായി ബന്ധപ്പെട്ടുകൊണ്ടും സ്വഭാവവുമായി ബന്ധപ്പെട്ടുകൊണ്ടും കൃത്യമായിട്ട് ബോധ്യമുണ്ട് എന്നതാണ് ഈ അവസരത്തിൽ സൂചിപ്പിക്കാനുള്ളത്. ശരി, അഡ്വക്കേറ്റ് KS അരുൺകുമാറാണ് ഈ സാഹചര്യത്തിൽ പ്രതികരിച്ചത്.